ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീനാക്ഷിയുടെയും വൈശാഖിൻ്റെയും നിശ്ചയത്തിനുള്ള മോതിരമാണ് ഇപ്പോൾ കാണാനില്ലാത്തത്. എല്ലാവരും അതിൻ്റെ പേരിൽ ടെൻഷനോടെ നിൽക്കുന്നു. എന്നാൽ ആ മോതിരം അടിച്ചു മാറ്റിയിരിക്കുന്നത് മൈഥിലി തന്നെയാണ്. മൈഥിലിയുടെ സാരിത്തുമ്പിൽ ആ മോതിരം കെട്ടിയിട്ടിരിക്കുന്നത് വൈശാഖ് കാണുന്നു. ആരെയും കാണിക്കാതെ ആരെയും കാണാതെ തന്നെ മൈഥിലി ആ സാരിത്തുമ്പിൽ കിടന്ന മോതിരം എടുത്ത് അങ്ങോട്ടേക്ക് എറിയുന്നുണ്ട്. നന്ദിനിയുടെ മുന്നിലേക്കാണ് അത് വന്നു വീണത്. നന്ദിനി അത് എടുക്കുന്നു. അമ്മേ, മോതിരം കിട്ടിയെന്ന് നന്ദിനി പറയുന്നുണ്ട്. ഈ മോതിരം ഇവിടെ എങ്ങനെ വന്നു എന്ന് രാമൻ ചോദിച്ചപ്പോൾ ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് സാവിത്രിയും പറയുന്നു. ഇതും പരദേവതമാരുടെ തീരുമാനമായിരിക്കും, സാരമില്ല. വിചാരിച്ചതുപോലെ ആരോ മോതിരം മാറ്റി, പക്ഷേ ദേവിയുടെ തീരുമാനം മോതിരം ഇവിടെ കൊണ്ടുവന്നിട്ടു എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയം മോതിരം നീ എൻ്റെ വിരലിൽ അണിയിക്കരുത്, ആക്ഷൻ കാണിച്ചാൽ മതി, ഞാൻ ഇട്ടോളാം. ഓവർ സ്മാർട്ട് കാണിക്കാൻ നോക്കിയാൽ പരസ്യമായിട്ട് നിന്റെ ചെകിട അടിച്ച് പൊളിക്കും ഞാൻ എന്നെ മീനാക്ഷി വൈശാഖിന്റെ ചെവിയിൽ പറയുന്നു. മോതിരം കൊണ്ടുവരൂ, ചടങ്ങ് നടക്കട്ടെ എന്ന് തിരുമേനി പറയുന്നു. സന്തോഷത്തോടെ നന്ദിനി ആ മോതിരം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ദേഷ്യത്തോടെ മൈഥിലി അവിടെ നിന്ന് പോകുന്നു. മുറിയിലേക്ക് വന്നിരിക്കുകയാണ് മൈഥിലി. അവിടെ വന്ന് പൊട്ടിക്കരയുന്നു. ഞാൻ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ വജ്ജിന് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് മൈഥിലി ഷെൽഫ് തുറന്നൊരു സാരി എടുത്തു. എന്നിട്ട് വിചാരിക്കുന്നു ഇത് വേണ്ടെന്ന്. എന്നിട്ട് വേറൊന്നും എടുക്കുന്നുണ്ട്. കുറച്ച് ടാബ്ലറ്റ് ആണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ്. ഇത് കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് മൈഥിലി വിചാരിക്കുന്നു. അതിനുവേണ്ടി കുറച്ച് വെള്ളം വരെ എടുത്തു. ഗുളികകൾ ഒന്നൊന്നായി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് സാവിത്രി അവിടേക്ക് വന്നിട്ട് മൈഥിലി എന്ന് വിളിക്കുന്നു. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മരുന്ന് കഴിക്കാനെന്ന് കള്ളം പറയുകയാണ് മൈഥിലി. മരുന്ന് കഴിക്കാനോ എന്ന് സംശയത്തോടെ സാവിത്രി ചോദിക്കുന്നുണ്ട്. അതെ എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ താഴത്തേക്ക് വാ, അവിടെ ഒരു ചടങ്ങ് നടക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് സാവിത്രി താഴേക്ക് പോകുന്നു. ടെൻഷനോടെ മൈഥിലി നിൽക്കുന്നുണ്ട്. ഇതേസമയം കൈമളം രാജലക്ഷ്മിയും ചടങ്ങിനെ പറ്റി സംസാരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടും ചടങ്ങുകൾ ഗംഭീരമായിട്ട് നടന്നു എന്ന് അവർ പറയുന്നു. എന്തായാലും കപ്പിത്താനും പാസഞ്ചേഴ്സും അറിയാത്ത ഒരു കള്ളൻ ഇവിടെ തന്നെയുണ്ട് എന്ന് ജഗദീഷ് പറയുന്നു. പെട്ടെന്ന് തന്നെ നോക്കിയാൽ ആ കള്ളനെ കണ്ടെത്താമെന്നും ജഗദീഷ് പറയുന്നു. ആ കള്ളൻ എന്തായാലും അത്ര ചെറിയ ആളല്ല, അതിബുദ്ധിമാനായ ആളാണ് എന്ന് രാമൻ പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു. എൻ്റെ അനിയൻ ഒരു ACP ആയിട്ട് എന്താ കാര്യം? അവൻ്റെ നാട്ടിലെ കാര്യമല്ലാതെ വീട്ടിലെ കുറ്റാന്വേഷണം അന്വേഷിക്കാൻ സമയമില്ലല്ലോ. അതും നേരാണെന്ന് രാമൻ. ഒരു ഭാഗത്ത് ടെൻഷനോടെ വൈശാഖ് നിൽക്കുന്നു. മീനാക്ഷി വൈശാഖിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നു. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, പലപ്പോഴും പിന്മാറണമെന്ന് വിചാരിച്ചതാണ്. നിന്റെ ബ്ലാക്ക് മെയിലിങ്ങിനെ ഭയന്നിട്ടൊന്നുമല്ല. ഏറ്റാൽ ഏറ്റ് കാര്യം ചെയ്യണം, അത് ഞാൻ ഏറ്റു. ഇനി നീ നിന്റെ കാമുകിയെ വിളിച്ച് സ്ഥലം വിടാൻ നോക്ക്. ആ സമയം മൈഥിലി അവിടേക്ക് വരുന്നു. ഇവരുടെ സംസാരം കാണുന്നു. മൈഥിലി അവിടേക്ക് വന്നത് വൈശാഖും കാണുന്നുണ്ട്. അതെ, ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് വൈശാഖ് പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് വൈശാഖ് പോയി. സംശയത്തോടെ മീനാക്ഷിയും നിൽക്കുന്നുണ്ട്. എന്നാൽ മുറിയിലേക്ക് പോയി മൈഥിലി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടക്കുന്നു. എന്നിട്ടൊരു തീരുമാനമെടുക്കുന്നു. ദേഷ്യത്തോടെ ഉറച്ച് മനസ്സോടെയും എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ചതിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കിനി ഈ ജീവിതം വേണ്ട. എന്നിട്ട് വീണ്ടും മൈഥിലി കരയുന്നുണ്ട്. എൻ്റെ ശവം അവൻ തന്നെ ചുമക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൈഥിലി ഒരു മരുന്നെടുത്ത് കുടിക്കാൻ തുടങ്ങുന്നു. വൈശാഖ് ആരും കാണാതെ ആ മുറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈശാഖ് കതക് തുറന്നപ്പോഴത്തേക്കും മൈഥിലി ആ മരുന്ന് കുടിക്കാൻ തുടങ്ങുന്നു. മൈഥിലി അരുത് എന്ന് പറഞ്ഞ് മൈഥിലിയെ തടയുകയാണ് വൈശാഖ്. വീട് എൻ്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ടെങ്കിലും വൈശാഖ് വീണ്ടും പറയുന്നു, മൈഥിലി എന്നൊക്കെ. ഞാൻ മരിച്ചാൽ നിനക്ക് എന്താണെന്ന് ദേഷ്യത്തോടെ മൈഥിലി ചോദിക്കുന്നുണ്ട്. മൈഥിലി, നീ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ നാടകമൊക്കെ കളിക്കുന്നത്. നീ ഇല്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല എന്ന് വൈശാഖ് പറയുന്നു. എങ്ങനെയെങ്കിലും ആ മരുന്ന് മൈഥിലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും പിടിവലിക്കൊടുവിൽ ആ മരുന്ന് താഴേക്ക് വീണ് എല്ലാം താഴെ പോകുന്നുണ്ട്. മൈഥിലിയുടെ ദേഷ്യം അടക്കുകയാണ് വൈശാഖ്. എന്നാൽ ഇതേ സമയം താഴെ രാമനും ബാക്കിയുള്ള എല്ലാവരും കല്യാണത്തെ പറ്റിയാണ് ചർച്ച. കല്യാണം നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് നടത്തിയാൽ പോരെ, പന്തലൊക്കെ ഇട്ട്? അതൊക്കെ വലിയ ചടങ്ങാണ് രാമേട്ട. ഓഡിറ്റോറിയം ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇവന്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, അതാണ് നല്ലത്, വലിയ തലവേദനയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കല്യാണത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം താരക പണിക്കരും താഴേക്ക് വന്നിട്ട് അവരെ കല്യാണത്തിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. നീ ഒന്ന് സമാധാനപ്പെട്, കല്യാണത്തിന് മുമ്പ് തന്നെ സ്ത്രീധന ക്യാഷ് വാങ്ങിച്ച് നിന്റെ കയ്യിൽ ഞാൻ വെച്ച് തരാം, അത് മതിയെന്ന് താരക. നമ്മുടെ വരയിൽ പെരും സ്രാവാണ് വന്ന് കയറിയിരിക്കുന്നത് എന്നൊക്കെ അവർ സംസാരിക്കുന്നു. ഇതിനിടയിൽ രാജലക്ഷ്മി അവരോട് പറയുന്നു, അല്ല നമ്മുടെ കല്യാണ ചെറുക്കനെ കണ്ടില്ലല്ലോ, ഇതിനിടയിൽ അവൻ എവിടെ പോയി? നിന്റെ ആങ്ങളെയല്ലേ, അവൻ ചിലപ്പോൾ പക്ഷികളെ പോലെ പറക്കുന്നത് കാണാം.
ഏത് കൊമ്പിലാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. വൈശാഖ് എവിടെ മീനാക്ഷി എന്നെ നന്ദിനി മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. ഫോൺ ചെയ്യായിരിക്കും, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി വൈശാഖിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ മൈഥിലിയും വൈശാഖും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. നീ എന്ത് അവിവേകമായി കാണിച്ചിട്ട് ഞാൻ വരാൻ 1 മിനിറ്റ് വൈകിയെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നിന്നെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ? നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനാകുമോ? ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് വൈശാഖം. മീനാക്ഷി വൈശാഖിനെ അന്വേഷിച്ച് മുകളിലേക്ക് പോകുന്നു. നീ മരിച്ച ഇവരെന്നെ വെറുതെ വിടുമോ? അവരെല്ലാവരും കൂടി ഓടിച്ച് എന്നെ തല്ലിക്കൊല്ലില്ലേ? നോക്ക് മൈഥിലി, നീ എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നത്? എടോ, നീ എന്നും എൻ്റേതല്ലേ, ഞാൻ നിന്നെ രക്ഷിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് മൈഥിലിയെ സമാധാനിപ്പിക്കുകയാണ് വൈശാഖ്. വീണ്ടും മൈഥിലി വൈശാഖിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ കാഴ്ച മീനാക്ഷി കാണുന്നില്ല. ആ റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇവർ സംസാരിക്കുന്നത് മീനാക്ഷി കാണുന്നു. മൈഥിലി, ഞാനില്ലേ നിൻ്റെ കൂടെ, ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് വൈശാഖ് മൈഥിലിയോട് പറയുന്നു. എന്നാൽ പുറത്തുനിന്ന് ഇതെല്ലാം മീനാക്ഷി കേൾക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി ഇങ്ങനെ തളർന്ന് അങ്ങോട്ടേക്ക് ചാരിയപ്പോൾ മുകളിലിരുന്ന നിലവിളക്ക് താഴേക്ക് വീഴുന്നു. താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടുകയാണ് മൈഥിലിയും വൈശാഖും. പുറത്ത് ആരാണ് വന്നത് എന്നറിയാൻ വേണ്ടി വൈശാഖ് കതക് തുറന്നപ്പോൾ പുറത്ത് നിൽക്കുന്നത് മീനാക്ഷിയാണ്. രണ്ടുപേരും ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നു. ഓ, ഇതാണല്ലേ നിന്റെ കാമുകി? ഈ ചതിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല, വെറുതെ വിടില്ല ഞാൻ രണ്ടിനെയും എന്ന് പറഞ്ഞ് മീനാക്ഷി താഴേക്ക് പോയപ്പോൾ ടെൻഷനോടെ വൈശാഖും മൈഥിലിയും നിൽക്കുന്നു. താഴേക്ക് വന്ന മീനാക്ഷിക്ക് ആകെ ടെൻഷൻ. എന്താ മീനാക്ഷി, എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് മീനാക്ഷി പറയുന്നു. വൈശാഖും ആ സമയം അവിടെ എത്തിയിരിക്കുന്നുണ്ട്. മീനാക്ഷി, വാ, ഒരു കാര്യം പറയട്ടെ, വാ 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിയുടെ കൈ പിടിച്ചുകൊണ്ട് വൈശാഖ് അപ്പുറത്തേക്ക് പോകുന്നു. ചതിക്കല്ലേ മീനാക്ഷി, എന്നെ നാണം കെടുത്തരുത്. സത്യം അറിയാതെ നീ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഒടുവിൽ നീ തന്നെ കുരിശിൽ കയറേണ്ടി വരും, ഓർത്തോ നീ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, എനിക്കിത് പറഞ്ഞേ പറ്റൂ എന്ന്. ഇതെല്ലാവരുടെയും മുന്നിൽ വിളിച്ചു കൂവി നീ എന്നെ നാറ്റിക്കരുതെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഇല്ല, ഞാനിത് പറയും എന്ന് പറഞ്ഞ് മീനാക്ഷി വീണ്ടും പോകുന്നു. മീനാക്ഷി, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് വൈശാഖ് വീണ്ടും പിറകെ പോകുന്നുണ്ട്. അവരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവർ. എന്നിട്ട് വൈശാഖ്, എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നു. എന്താ കാര്യമെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. എന്തിനാ മീനാക്ഷി അവനെ ടെൻഷൻ അടുപ്പിക്കുന്നത് എന്ന് കാർത്തിയും ചോദിക്കുന്നു. അതെ, ഇനി ഞാൻ സത്യം തുറന്ന് പറയാം. അത് വേറൊന്നുമല്ല, മീനാക്ഷി എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ കണ്ടു എന്നതുകൊണ്ടാണ്. അതെ, എനിക്ക് 3 വയസ്സ് ഉള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണത്. അതിനകത്ത് ഞാൻ തുണി എടുത്തിട്ടില്ലെന്നും വൈശാഖ് പറഞ്ഞപ്പോൾ അയ്യ നാണക്കേടെന്നൊക്കെ പറഞ്ഞ് സാമുദ്രം നിൽക്കുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതിന് 3 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ അല്ലേ, അതിനാരെങ്കിലും തുണി ഉടുക്കുമെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട്. റൊമാൻസ് ആണല്ലേ എന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ റൊമാൻസ് അല്ല, കല്യാണത്തിന് മുന്നേ ഉള്ള കിളിക്കൊഞ്ചിൽ തേരോട്ടം എന്നൊക്കെ പറയാമെന്ന് മാലതി. മുത്തശ്ശനും അമ്മയും എല്ലാവരും നിൽക്കുമ്പോൾ അവളുടെ ഒരു ഇളക്കം എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ വൈശാഖിനെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.